ഓണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങുമ്പോൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ പിറന്ന മണ്ണിൽ ഗോവർദ്ധന പർവ്വത സങ്കല്പ പൂജ ഭക്തർക്ക് ദിവ്യാനുഭവമായി. ചിറക്ക് മുന്നിൽ കിഴക്കേക്കര ശ്രീകൃഷ്ണ മതിലകം ക്ഷേത്ര പരിസരത്താണ് പഞ്ചഭൂതാത്മക പ്രകൃതി പൂജ ഒരുക്കിയത്. പൂജാനുഷ്ഠാനങ്ങൾക്ക് കിഴക്കേക്കര മേൽശാന്തി മാക്കന്തേരി ഇല്ലത്ത് മധു നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മഴ പെയ്യാൻ ഇന്ദ്രനെയല്ല പർവ്വതത്തെയും പ്രകൃതിയെയുമാണ് പൂജിക്കേണ്ടതെന്ന ശ്രീകൃഷ്ണ സന്ദേശം വിളംബരം ചെയ്ത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ മഹാകാവ്യത്തിന്റെ സാമൂഹിക പ്രസക്തി വ്യക്തമാക്കുന്ന അപൂർവ ചടങ്ങ് CMS ചന്ദേരമാർ സ്മാരക സംഘവഴക്ക ഗവേഷണ പീഠം ചിങ്ങം കൃഷ്ണഗാഥ പാരായണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പ്രകൃതി പൂജ സംഘടിപ്പിച്ചത്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ഗോവർദ്ധനോദ്ധാരണം എന്ന ഭാഗം അമ്മമാർ ഒന്നിച്ചു ചേർന്നു പാടി. വിവിധ ക്ഷേത്രങ്ങളിലെ മാതൃസമിതികളാണ് കൂട്ടായ്മയിൽ പങ്കെടുത്തത്. സനാതന പുരോഹിത സമാജം സംസ്ഥാന അധ്യക്ഷൻ വാഴയിൽ പ്രകാശൻ തന്ത്രി സംയോജകനും മൊളോളത്തില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനുമായി. ചിറക്കൽ കോവിലകം ഉത്രട്ടാതി തിരുനാൾ CK രാമവർമ്മ വലിയ രാജ ഭദ്രദീപം കൊളുത്തി. ചിറക്കൽ ചാമുണ്ടിക്കോട്ടം വിഷ്ണുമൂർത്തി കോലാധാരി അഭിരാം പണിക്കരുടെ സാന്നിധ്യത്തിലാണ് പൂജകൾ നടന്നത്. പാരമ്പര്യമായി കൃഷ്ണഗാഥ വായിക്കുന്ന അമ്മമാരെ കീർത്തിപത്രം നൽകി ആദരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം KV സുമേഷ് MLA നിർവഹിച്ചു. 24 മണിക്കൂറും കൃഷ്ണഗാഥ പാടുന്ന മണ്ണായി ചിറക്കലിൽ ചെറുശ്ശേരി സ്മാരകവും വൃന്ദാവനവും നിർമ്മിക്കാനുള്ള പദ്ധതി രൂപരേഖ അംഗീകരിച്ചതായി MLA ചടങ്ങിൽ പ്രഖ്യാപിച്ചു. മലയാളത്തിലെ ആദ്യത്തെ ഗദ്യകാവ്യം കൃഷ്ണഗാഥ രചിക്കപ്പെട്ടത് ചിറക്കൽ കോവിലകത്തിന്റെ രാജകവിയായിരുന്ന ചെറുശ്ശേരിയാണ്. ആ ചെറുശ്ശേരി അദ്ദേഹം കൃഷ്ണഗാഥ രചിച്ചതിൽ കിഴക്കേ മതിലക ക്ഷേത്രത്തിന് ഇതും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി നിന്നതാണ്. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഡോക്ടർ സഞ്ജീവനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം കൃഷ്ണഗാഥയെ മുൻനിർത്തി അത് പാരായണം ചെയ്ത അമ്മമാരെ ആദരിക്കുന്നു എന്നത് കൃഷ്ണഗാഥ ആ അർത്ഥത്തിൽ ഇവിടെ ചിറക്കൽ കോവിലകം കിഴക്കേ മതിലക ക്ഷേത്രം ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ ഒന്നുകൂടി ഉയർത്തിക്കൊണ്ടുവരാൻ ഏറെ സഹായകരമായിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയായിട്ടാണ് ഈ പ്രോഗ്രാം മാറുന്നത്. സംഘവഴക്ക ഗവേഷണ പീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് ആമുഖ ഭാഷണം നടത്തി. അന്തരീക്ഷ പഠന ശാസ്ത്രജ്ഞൻ ഡോക്ടർ MK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പുല്ലാങ്കുഴൽ വാദകൻ നാദബ്രഹ്മം ലിബിൻ ബാബു, ചുവർ ചിത്രകലാകാരി NK ജമുന, ഡോക്ടർ സുമാ സുരേഷ് വർമ്മ എന്നിവരെയും പാരമ്പര്യമായി കൃഷ്ണപ്പാട്ട് പാരായണം നടത്തുന്ന 101 അമ്മമാർക്ക് കീർത്തിപത്രം നൽകി ഉത്രട്ടാതി തിരുനാൾ CK രാമവർമ്മ വലിയ രാജ ആദരിച്ചു. ഫോക്ലോർ അക്കാദമി സെക്രട്ടറി ഡോക്ടർ AV അജയകുമാർ CMS ചന്ദേര അനുസ്മരണ പ്രഭാഷണം നടത്തി. പത്മശ്രീ SRD പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു, കോർപ്പറേഷൻ മുൻ മേയർ TO മോഹനൻ, ശിവഗിരി മഠം കേന്ദ്ര നിർവാഹക സമിതി അംഗം സബിത രവീന്ദ്രൻ, ഭാഗവതാചാര്യൻ കാനപ്രം ഈശ്വരൻ നമ്പൂതിരി, കോൺഫെഡറേഷൻ റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KP മുരളീകൃഷ്ണൻ, ഡോക്ടർ സുമാ സുരേഷ് വർമ്മ, അഡ്വക്കേറ്റ് ശ്രീജയ ശശിധരൻ, സനാതന പുരോഹിത സമാജം അധ്യക്ഷൻ വാഴയിൽ പ്രകാശൻ തന്ത്രി, മഹാത്മാ മന്ദിരം അധ്യക്ഷൻ EVG നമ്പ്യാർ, രാജേഷ് വാര്യർ പൂമംഗലം, ഡോക്ടർ CK അശോകവർമ്മ, CK സുരേഷ് വർമ്മ, സംഗീതജ്ഞൻ എടയാർ ശങ്കരൻ നമ്പൂതിരി, KN രാധാകൃഷ്ണൻ മാസ്റ്റർ, രാജേഷ് പാലങ്ങാട്ട്, കിഴക്കേക്കര മതിലകം സെക്രട്ടറി ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു.